ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ഇങ്ങ് ഏഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത്. പലപ്പോഴും എതിരാളികളായി കാണുന്ന രണ്ട് ഏഷ്യൻ വൻശക്തികളായിട്ടുള്ള ഇന്ത്യയും ചൈനയും അമേരിക്കയുടെ താരിഫ് സമ്മർദ്ദം മറികടക്കാൻ കൈകോർക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചു കാണില്ല. ബദ്ധശത്രുക്കളായ ചൈനയും ഇന്ത്യയും തമ്മിൽ ബിസിനസ് നടത്തിയാലും ഏതുവരെ പോകാനാ എന്ന് കരുതിയവർക്കും തെറ്റി. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇന്ത്യയും ചൈനയും ഇരു കൂട്ടർക്കും ലാഭകരമാകുന്ന രീതിയിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരു രാജ്യങ്ങളെയും ഉയർന്ന തീരുവകൾ ചുമത്തി മൂലക്കിരുത്താൻ ശ്രമിച്ച ട്രംപ് ഭരണകൂടത്തിന് ഇത് ഒരു കനത്ത തിരിച്ചടിയായി തന്നെ മാറുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയും ചൈനയും മുമ്പെങ്ങുമില്ലാത്ത വിധം വ്യാപാര രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അമേരിക്കയുടെ അന്യായമായ താരിഫ് നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ ചൈന പരസ്യമായി ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. ആദ്യമായി അപൂർവ ഭൗമധാതുക്കൾ മുതൽ പ്രധാന വ്യാവസായിക യന്ത്രങ്ങൾ വരെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി നിയമങ്ങളിൽ ബീജിംഗ് ഇളവ് വരുത്തി. ഇത് വ്യാപാരം കൂടുതൽ സുഗമവും ചെലവ് കുറഞ്ഞതുമാക്കി. ട്രംപിന്റെ കനത്ത താരിഫുകളെ വെല്ലുവിളിക്കാൻ ഇന്ത്യയും ചൈനയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ചു. കുറച്ചൊന്ന് എതിർത്തിട്ട് ഇന്ത്യ തങ്ങൾക്ക് വഴങ്ങുമെന്ന് അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ധീരമായ നിലപാടെടുത്ത ന്യൂഡൽഹിയാണ് നമ്മൾ കണ്ടത്. പകരം ഇന്ത്യ വ്യാപാര പങ്കാളികളെ വൈവിധ്യവൽക്കരിച്ചു. ഇനി ഒരിക്കലും വാഷിംഗ്ടണിന്റെ താളത്തിനൊത്ത് തുള്ളില്ല എന്ന് സ്പഷ്ടമായിട്ടുള്ള മറുപടി നൽകി. ഇന്ത്യയും ചൈനയും വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുകയും വിസ നിയമങ്ങൾ ലഘൂകരിക്കുകയും പുതിയ വ്യാപാര ചാനലുകൾ തുറക്കുകയും ചെയ്തു. അങ്ങനെ ജനസംഖ്യയിലെ ലോകത്തിലെ ഒന്നാമനും രണ്ടാമനുമായ രാജ്യങ്ങൾ അവരുടെ വിപണികൾ പരസ്പരം തുറന്നു കൊടുക്കുമ്പോൾ അമേരിക്ക ഭയന്നത് എന്താണോ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 4 മാസങ്ങളിൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% വർദ്ധിച്ച് $5.76 ബില്യൺ എത്തി. കണക്കുകൾ നോക്കാം. 2025 ഏപ്രിൽ $1.39 ബില്യൺ. ഒരു വർഷം മുമ്പ് ഇത് $1.25 ബില്യൺ ആയിരുന്നു. 2025 മെയ് $1.63 ബില്യൺ. 2024 മെയ് മാസത്തിലെ $1.32 ബില്യൺ അപേക്ഷിച്ച് വൻ വർധനവ് മുൻ വർഷത്തെ മെയ് മാസത്തിനെ അപേക്ഷിച്ച്. 2025 ജൂൺ $1.38 ബില്യൺ. കഴിഞ്ഞ വർഷത്തേക്കാൾ 17% വർധനവ്. 2025 ജൂലൈ $1.35 ബില്യൺ. 2024 ജൂലൈ മാസത്തിലെ $1.6 ബില്യൺ വളരെ കൂടുതലാണ്. ട്രംപിന്റെ താരിഫ് യുദ്ധവും നിരവധി രാജ്യങ്ങളെ ബാധിച്ചെങ്കിലും 50% വരെ തീരുവ ചുമത്തിയ ഇന്ത്യയാണ് അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചത്. ഇന്ത്യ ബീജിങ്ങിനേക്കാൾ വാഷിംഗ്ടണിനെ തിരഞ്ഞെടുക്കുമെന്ന് US കണ്ണടച്ച് വിശ്വസിച്ചു. എന്നാൽ ന്യൂഡൽഹി ഈ അവസരം ഉപയോഗിച്ചത് ചൈനയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ്. ഇത് US സ്വാധീനം കുറയ്ക്കുന്ന ഒരു പുതിയ ഏഷ്യൻ വ്യാപാര മുന്നണിക്ക് തന്നെ രൂപം നൽകിയിരിക്കുകയാണ്. ചൈനയും ഇതിനെ US-നെതിരായിട്ടുള്ള ഒരു അവസരമാക്കി കണ്ടു. US ബീജിങ്ങിന്റെ കയറ്റുമതിയെ തകർക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ ഇന്ത്യയുമായി കൈകോർക്കുന്നത് ബീജിങ്ങിന് ഒരു വലിയ വിപണിയും രാഷ്ട്രീയ നേട്ടവും നൽകുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ട്രംപ് കാരണം ആഗോള സാമ്പത്തിക ക്രമത്തിൽ പുതിയൊരു താരോദയം സംഭവിക്കുകയാണ്. ട്രംപ് ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ അതേ ഇന്ത്യ തിരിച്ച് അമേരിക്കയോട് ചത്തിട്ടില്ലട എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഇന്ത്യ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.